നമ്മൾ വന്നതിന് ശേഷമാണ് എല്ലാറ്റിനും പേരിട്ടത്. അതെങ്ങനെയാണ് അത് കഴിഞ്ഞത്? നമ്മൾ വന്നതിന് ശേഷമാണ് എല്ലാറ്റിനെയും തിരിച്ചറിഞ്ഞത്. അറിവും തിരിച്ചറിവും എന്താ വ്യത്യാസം? എല്ലാം ഇങ്ങനെ കാണുന്നത് വേർതിരിച്ച് അത് വേറെ ഇത് വേറെ എന്ന അറിവ്, അതാണ് തിരിച്ചറിവ്. മനുഷ്യന് തിരിച്ചറിവ് വർദ്ധിക്കുമ്പോഴാണ് അവൻ്റെ ജ്ഞാനം വർദ്ധിക്കുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളെ എല്ലാം നോക്കിയിട്ട് ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ വലിയ നക്ഷത്രമായിട്ട് ഒരു നക്ഷത്രം നമ്മൾ നിശ്ചയിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. നക്ഷത്രങ്ങളുടെ രാജാവാണ്, ഉടുക്കലുടെ പതിയാണ്. ചന്ദ്രന് 27 ഭാര്യമാരുണ്ട് അല്ലേ? ചന്ദ്രന് 27 ഭാര്യമാരുണ്ട്. അശ്വതി മുതൽ രേവതി വരെ 27 ഭാര്യമാർ, 27 നക്ഷത്രങ്ങൾ. അതിലേറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആരാണ്? ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ചിത്രയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടാവുന്നത്? ചന്ദ്രന്റെ തൊട്ടടുത്താണ് ചിത്ര ഉണ്ടാവുക. കേട്ടിട്ടുണ്ടോ? മലയാളത്തിലൊരു സിനിമാ പാട്ടുണ്ട്, ചിത്ര പാടിയ ചിത്ര നക്ഷത്രത്തെക്കുറിച്ചുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവീനോ ഒത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ, അതിൻ പൊരുൾ നിനക്ക് ദൂമാറിയില്ലല്ലോ എന്നൊരു പാട്ട് ഓർമ്മയില്ലേ? ആ പാട്ടില് ഇന്ദ്രനീലിമയോലും എന്നൊരു പാട്ട് ഓർമ്മയില്ലേ? വൈശാലി സിനിമയിൽ ചിത്ര നക്ഷത്രം ചന്ദ്രന് തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പൊ നക്ഷത്രങ്ങളുടെ രാജാവാണ് ആര്? ചന്ദ്രൻ. നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ അല്ലേ? പക്ഷെ ഇത് തിരിച്ചറിവ് കൂടുതലായപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവല്ല, നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല, ഉപഗ്രഹം മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടായി. ഉപഗ്രഹം മാത്രമാണെന്ന തിരിച്ചറിവുണ്ടായി ഇല്ലേ? ആ തിരിച്ചറിവിൻ്റെ വികാസത്തെയാണ് സത്യാന്വേഷണം എന്ന് പറയുക. നമ്മൾ കണ്ട സത്യങ്ങളൊന്നും സത്യമല്ല. പുതിയ സത്യം, നിശേഷ സത്യം. ഈ നിശേഷ സത്യത്തെപ്പറ്റി മനുഷ്യൻ ചർച്ച ചെയ്യാൻ ആരംഭിച്ചൊരു കാലം ഭാരതത്തിലുണ്ടായിരുന്നു. ആ കാലം ഏതാണെന്ന് അറിയുമോ? ആ കാലത്തെയാണ് ഉപനിഷത്ത് കാലം എന്ന് പറയുക. സത്യങ്ങൾ ഒരുപാടുണ്ട്, അസത്യങ്ങളും ചിലപ്പോൾ സത്യമാവും അല്ലേ? നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഭയന്ന് പറച്ച് ഓടി വരുന്നു. ഓടി വന്നിട്ട് അവരൊരു സ്ഥലത്ത് ഒളിക്കുമ്പോൾ അവർ പറയാം, ഞാനിവിടെ ഒളിച്ച കാര്യം നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറയുന്നു. അവരവിടെ ഒളിച്ച ഉടനെ ഒരു സംഘം ആളുകൾ ഈ സ്ത്രീ ആക്രമിക്കാൻ വേണ്ടി ഓടി വരുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഒരു സ്ത്രീ ഇതുവഴി പോകുന്ന കണ്ടോ? അപ്പോൾ നിങ്ങൾ സത്യം മാത്രമല്ലേ പറയാൻ പാടുള്ളൂ? സത്യം വദ ധർമ്മം ചര. അതുകൊണ്ട് സത്യങ്ങളുള്ള പോലെ ആ സ്ത്രീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ അത് സത്യമാണോ? അല്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന അസത്യമാണ് അവിടെ സത്യം. മനസ്സിലായോ? അപ്പോ അസത്യവും ചിലപ്പോൾ സത്യമാണ്. ആപേക്ഷിക സത്യം സത്യമാണ്. സൂര്യൻ കിഴക്ക് നിന്നുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമാണോ? സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷനുകളിൽ ഒരുപാട് ട്രെയിനിൻ്റെ കൂട്ടത്തിൽ നിർത്തിയിടുമല്ലോ. ഞങ്ങളവിടെ ഏറ്റവും കൂടുതൽ ട്രെയിൻ നിർത്തിയിടുന്നത് കേരളത്തിൽ ഷൊർണൂരാണ്. ഷൊർണൂരിൽ ഏറെ നേരം പകൽ സമയത്ത് ട്രെയിൻ നിർത്തിയിടുമ്പോൾ വണ്ടി പുറപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥരാകും. അവിടുത്തെ പ്ലാറ്റ്ഫോമിലെ ഇഡ്ഡലിയും വടയും തീരുന്നത് വരെ അവിടുന്ന് വണ്ടി വിടൂല. അപ്പോൾ അവിടെ നിർത്തിയിടുമ്പോൾ വണ്ടി ഒന്ന് പുറപ്പെട്ട കുറച്ച് കാറ്റ് കിട്ടുമായിരുന്നു, ഒന്ന് പകൽ സമയം ചൂട് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കും. കുറേ കഴിയുമ്പോൾ വണ്ടി പുറപ്പെട്ടു, ആശ്വാസമായി.
പക്ഷെ പുറപ്പെട്ടിട്ടും കാറ്റ് വരുന്നില്ല. അത് അപ്പുറം ഇപ്പുറം ട്രെയിൻ ഉള്ളത് കൊണ്ടായിരിക്കാം കാറ്റ് വരാത്തത്. അവിടെ ഭാരതപ്പുഴയുടെ പാലം കടക്കുമ്പോൾ കാറ്റ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോധ്യമാവുന്നു അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാ, നമ്മൾ നിന്നിടക്ക് നിൽക്കുക. അത് നമ്മുടെ തോന്നലാണ്. ഇതാണ് ആപേക്ഷിക സത്യം. ഇതുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും, ആപേക്ഷികമാണ്. അപ്പൊ സത്യങ്ങൾ എങ്ങനെയുണ്ട്? അർദ്ധസത്യങ്ങളുണ്ട് ഇല്ലേ? വാതിൽ പകുതി ചാരിയിരിക്കുന്നു സമം വാതിൽ പകുതി തുറന്നിരിക്കുന്നു എന്നല്ലേ, അല്ലേ? അത് അർദ്ധസത്യമാണ്, അർദ്ധസത്യമാണ്. അപ്പൊ അർദ്ധസത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്, ഇതിനപ്പുറത്തൊരു ആത്യന്തിക സത്യമുണ്ട്. ഈ സത്യത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ജോലി. അതാണ് നിസ്സത്ത്. പിടികിട്ടിയോ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെപ്പറ്റി അന്വേഷിച്ച് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ് ഉപനിഷത്ത്. അതാണ് ഉപനിഷത്തുകൾ. മനസ്സിലായോ?